അപ്പോൾ സ്റ്റുഡൻസ്, വെൽക്കം ടു GCIAS. ഇപ്പോൾ നമ്മളിന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയ NCERT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ദ ചാപ്റ്റർ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ +2-ലെ പൊളിറ്റിക്കൽ സയൻസ് NCERT-യുടെ ചാപ്റ്റർ 4 ആണിത്. പക്ഷേ നമ്മളിതിനെ UPSC പെർസ്പെക്റ്റീവിൽ ബ്രേക്ക് ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഇതൊരു പ്യുവർ NCERT ക്ലാസ് അല്ല. വി വിൽ കോൾ ഇറ്റ് NCERT പ്ലസ്. കാരണം കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷനൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ കണ്ടൻറ്റിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് UPSC പാറ്റേണുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് അലൈൻഡ് ആവാൻ. അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് കീപ്പ് ചെയ്യുക. ഐ വിൽ ബി എൻറിച്ചിങ് ദ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പം ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു കവറേജ് നോക്കാം. നമ്മൾ ബേസിക്കലി ഈ ചാപ്റ്ററിനെ നമ്മുടെ കൺവീനിയൻസിനായിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 ക്ലാസ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ദ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ് ദാറ്റ് ഷേപ്ഡ് ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ദ ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഇൻഫോം ദ കൺട്രീസ് ഫോറിൻ പോളിസി. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും? വിൽ ക്ലബ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ സിംഗിൾ ചാപ്റ്റർ. അപ്പോൾ എക്സ്റ്റേണൽ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഫോറിൻ പോളിസി എന്നും പറയാം. എന്താണ് ഫോറിൻ പോളിസി എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എങ്ങനെ നിലവിൽ വന്നു, ഇന്ത്യയുടെ എക്സ്റ്റേണൽ റിലേഷൻസ് അതെങ്ങനെ നിലവിൽ വന്നു, അതിൻ്റെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ദെൻ വി വിൽ ലുക്ക് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് റിലേഷൻ വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ. രണ്ടുപേരും നമ്മുടെ അപാര സുഹൃത്തുക്കളായതുകൊണ്ട് നമുക്ക് അവരെ പറ്റി കുറച്ച് ഡെപ്തിൽ പഠിക്കാം. അപ്പോൾ വി വിൽ ഹാവ് എ സെപ്പറേറ്റ് ചാപ്റ്റർ ഓൺ ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ചൈന ആൻഡ് എ സെപ്പറേറ്റ് ചാപ്റ്റർ ഓൺ ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് പാകിസ്ഥാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഒരു ഓവർവ്യൂ നമ്മൾ പഠിക്കും. നമ്മുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ അതിലായിരിക്കും പഠിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ യു വിൽ സ്റ്റഡി ദ ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾസ് ദാറ്റ്, ഇത് രണ്ടും ഒരു ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇന്ത്യാസ് റിലേഷൻ വിത്ത് ചൈന, തേർഡ് ചാപ്റ്ററിൽ ഇന്ത്യാസ് റിലേഷൻ വിത്ത് പാകിസ്ഥാൻ, ഫോർത്ത് ചാപ്റ്ററിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഫോറിൻ പോളിസി. ഓക്കെ, ഫോറിൻ പോളിസി എന്താണെന്ന് ഈ ചാപ്റ്ററിൽ വളരെ ക്ലിയർ ആയിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കൊരു ക്രൂഡ് മാനറിൽ, ഒരു ഫൗണ്ടേഷനിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ നമുക്കത് പഠിക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ഫോറിൻ പോളിസി? ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ ഹൗ വി കണ്ടക്ട് അവർ റിലേഷൻസ് വിത്ത് ആൻ എക്സ്റ്റേണൽ കൺട്രി ഓർ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്. നമ്മൾ ഇന്ത്യ ആണെന്ന് വെച്ചോ, ഇന്ത്യ ബാക്കി രാജ്യങ്ങളുമായിട്ട് എങ്ങനെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഫോറിൻ പോളിസി. അപ്പോൾ മനസ്സിലായോ? ഹൗ എ കൺട്രി എസ്റ്റാബ്ലിഷസ് ആൻഡ് മാനേജസ് റിലേഷൻസ് വിത്ത് എ തേർഡ് കൺട്രി ഓർ എ സെക്കൻഡ് കൺട്രി. ഇതിനെയാണ് നമ്മൾ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, എന്താണ് ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്? അപ്പോൾ ആദ്യം ഞാൻ ഫോറിൻ പോളിസി എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. നമ്മളും വേറെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഫോറിൻ പോളിസി. ഈ ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് ഈസ് ഫർദറിങ് ഓഫ് അവർ നാഷണൽ ഇൻട്രസ്റ്റ്. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യലാണ് ഫോറിൻ പോളിസിയുടെ പ്രഥമമായ ഉദ്ദേശം. ഇനി ഞാൻ പോളിറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ IR ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള ജാർഗൺസ് ഒക്കെ വരുന്ന ഡെഫിനിഷൻസ് പഠിപ്പിക്കും. പക്ഷേ തുടക്കത്തിൽ നമുക്കത് ആവശ്യമില്ല. സോ വി വിൽ ട്രൈ ടു കീപ്പ് എവറിത്തിങ് സിമ്പിൾ. അപ്പോൾ ഫോറിൻ പോളിസി എന്താണ്? ഹൗ വി കീപ്പ് റിലേഷൻസ് വിത്ത് എ സെക്കൻഡ് കൺട്രി ഓർ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, എങ്ങനെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ പ്രഥമമായ ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫോറിൻ പോളിസി എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസി ഡിറ്റർമൈൻഡ് ആവുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഡിറ്റർമൈൻ ചെയ്യും? നമ്മൾ എഗെയിൻ വെൻ വി സ്റ്റഡി ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇതിൻ്റെ പല ഡിറ്റർമൈൻഡൻസും നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ, ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയെ ചില ഇൻറ്റേർണൽ കാര്യങ്ങളും ബാധിക്കും, ചില എക്സ്റ്റേണൽ കാര്യങ്ങളും ബാധിക്കും. ഇപ്പം നോർമലി സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു മിസ്കൺസെപ്ഷനാണ്, ഇത് ഫോറിൻ പോളിസി അല്ലേ, അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമേ ഫോറിൻ പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യൂ എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. അത് തെറ്റാണ്. ഈവൻ ഇൻറ്റേർണൽ തിങ്സ് മാറ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം, എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ ബാധിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണ്, ഇന്ത്യ അതിനകത്തില്ല. വി ആർ ജസ്റ്റ് വാച്ചിങ് ദ വാർ.
പക്ഷെ എന്താ പ്രശ്നം? റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു, ആ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഓയിൽ മേടിക്കുന്നു. അപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയൊക്കെ പറയുന്നത് ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല, നമ്മുടെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു. പക്ഷേ ഈ ഓയിൽ പർച്ചേസ് കാരണം റഷ്യക്ക് ഒരുപാട് സഹായം കിട്ടുന്നു എന്നാണ് വെസ്റ്റ് പറയുന്നത്. അപ്പം റഷ്യ നമ്മളുമായിട്ടുള്ള ട്രേഡ് ഇന്ത്യയും വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫോറിൻ പോളിസി ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ തിങ്സ്. ഇനി നമ്മൾ പലസ്തീൻ യുദ്ധത്തിൽ ഇപ്പോൾ സപ്പോസ് ഇസ്രായേലിന് വെപ്പൺ കൊടുത്തു എന്ന് വെച്ചോ, നമ്മളും ടർക്കിയുമായിട്ടുള്ള ബന്ധം മോശമാവും. അപ്പോൾ അത് ഡയറക്ട്ലി നമ്മളും ടർക്കിയായിട്ട് പ്രശ്നമില്ല. ബട്ട് വെൻ വി ആർ ട്രൈങ് ടു ഹെൽപ്പ് ഇസ്രായേൽ, ടർക്കി മേ ബി ഗെറ്റിംഗ് ഒഫൻഡഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവർക്ക് പലപ്പോഴും രാജ്യം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പെട്ടെന്ന് പുറത്തുള്ള രാജ്യത്തെ കമ്പനികളെ നമ്മൾ ഇന്ത്യയിൽ കയറാൻ സമ്മതിച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ അത് ബാധിക്കും. പക്ഷേ സപ്പോസ് നമ്മൾ പുറത്തുള്ള കമ്പനീസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വിസമ്മതിച്ചു കഴിഞ്ഞാൽ, അവരുടെ മുകളിൽ നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് വെച്ച് കഴിഞ്ഞാൽ, പുറം രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങൾ പലപ്പോഴും നമ്മളോട് എതിർക്കും. അത് ഇപ്പം തന്നെ കറണ്ട് അഫെയർ ഉള്ളതാണ്. US എന്ത് ചെയ്യണം? US-ൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറി പ്രോഡക്ട്സും അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അവർക്ക് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റണം, വില കുറവിന് വിൽക്കാൻ പറ്റണം. പക്ഷേ ഇന്ത്യ ഇതിനെ എതിർക്കുകയാണ്. കാരണം നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സിനെ, അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കിക്കേ, എക്സ്റ്റേണൽ ഫാക്ടർ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയെ ബാധിക്കും, ഇന്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. 2 ചെറിയ എക്സാമ്പിളാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫോറിൻ പോളിസി എന്താണ്, ഹൗ വി കണ്ടക്ട് റിലേഷൻഷിപ്പ് വിത്ത് സെക്കൻഡ് കൺട്രി അല്ലെങ്കിൽ വിത്ത് അനദർ കൺട്രി. അതുപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫർദർ അവർ നാഷണൽ ഇൻട്രസ്റ്റ്. നമ്മുടെ നമ്മുടെ രാജ്യത്തിന് എന്താണ് നല്ലത് അതിനെ പ്രൊമോട്ട് ചെയ്യലാണ് ഒരു ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്. അതുപോലെ ഫോറിൻ പോളിസിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇനി ഇന്ത്യക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. ആ സമയത്ത് നമ്മുടെ അവസ്ഥ, ഈ ഫോറിൻ പോളിസിയുടെ ഇവല്യൂഷൻ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഹാവിങ് പോസ്റ്റ് കൊളോണിയൽ സ്ട്രഗിൾസ്. ബ്രിട്ടീഷ് നമ്മളെ വിട്ടിട്ട് പോയപ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലെഫ്റ്റ് ബിഹൈൻഡ് ദ ലെഗസി ഓഫ് മെനി ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്. അതെന്താണ് ഈ ലെഗസി ഓഫ് മെനി ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്? ഇത് ഇന്ത്യ മാത്രമല്ല, അവരെവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയോ ആ കോളനികൾക്കെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ കോളനികൾ രാജ്യമായെങ്കിലും ആ രാജ്യങ്ങൾക്കെല്ലാം ഒത്തിരി പ്രശ്നമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷുകാർ ഒരു രാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരതിൻ്റെ അതിർത്തി ചിലപ്പോൾ പ്രോപ്പർലി മാർക്ക് ചെയ്യത്തില്ല. അവരൊരു വരയങ്ങ് വരച്ചിട്ട് ഇത് ഈ രാജ്യം, ഇത് വേറെ രാജ്യം എന്ന് പറയും. പിന്നീട് ആ 2 സക്സസർ രാജ്യങ്ങളും ഈ പേരിൽ ഫൈറ്റ് ചെയ്യുകയും യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും തർക്കത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡർ ബ്രിട്ടീഷാണ് ഡിമാർക്കേറ്റ് ചെയ്തത്, അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പോഴും അടിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ബ്രിട്ടീഷാണ് ഡിമാർക്കേറ്റ് ചെയ്തത്, ഇപ്പോഴും നമ്മൾ തമ്മിൽ അടിക്കുന്നുണ്ട്. നേപ്പാൾ നമ്മളുമായിട്ട് പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ലെഫ്റ്റ് ബിഹൈൻഡ് ദ ലെഗസി ഓഫ് മെനി ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്. ഇനി പാർട്ടീഷൻ ക്രിയേറ്റഡ് ഇറ്റ്സ് ഓൺ പ്രഷേഴ്സ് ആൻഡ് ദ ടാസ്ക് ഓഫ് പോവർട്ടി അലിവേഷൻ വാസ് ഓൾറെഡി വെയിറ്റിംഗ് ഫോർ ഫുൾഫിൽമെന്റ്. ഇതിൻ്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷുകാർ നമ്മളെ മാക്സിമം ഊറ്റിയിട്ടാണ് പോയതെന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ദാദാഭായ് നവറോജിയെ പോലെ പലരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് തന്നെ ഉണ്ട്, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞു. അപ്പം ഈ ബ്രിട്ടനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലത്ത് ലോകത്തെ GDP ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 രാജ്യങ്ങൾ ഇറ്റ് ഈസ് ചൈന ആൻഡ് ഇന്ത്യ. ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. വി വെർ സഫറിങ് ഫ്രം പോവേർട്ടി. നമുക്ക് ഹൈ ലെവൽ ഓഫ് ഇല്ലിറ്ററസി ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഡസ്ട്രീസ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സിനെ ബ്രിട്ടീഷുകാർ നശിപ്പിച്ച് കളഞ്ഞു. ഇനി ബ്രിട്ടൻ ഇവിടെ റെയിൽവേ സ്ഥാപിച്ചു, അല്ലെങ്കിൽ വേറെ സർവീസുകൾ സ്ഥാപിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ഫെസിലിറ്റീസ് എല്ലാം സ്ഥാപിച്ചത്, അല്ലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനല്ല. ബ്രിട്ടൻ ഒരിക്കലും ഇന്ത്യയെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെന്നേ പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഫമൈൻസ്, അതുപോലെ ഹങ്കർ, ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പോവർട്ടി, ഇല്ലിറ്ററസി, ഹങ്കർ, ഫമൈൻസ്, ഈ പ്രശ്നം എല്ലാം ഉണ്ട്. ക്ഷാമം, ഫമൈൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം.
ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യ നേരിടുന്നത്. നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കേണ്ടതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആവശ്യം. കാരണം ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനെങ്കിലും പറ്റണ്ടേ. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ചാലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ്. ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ പാർട്ടീഷൻ വാസ് ദ ബിഗസ്റ്റ് ഡിസാസ്റ്റർ വി സോ. ഇന്ത്യക്കാർ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഒന്ന് പാകിസ്ഥാനാകുന്നു, ഒന്ന് ഇന്ത്യ ആകുന്നു. ആ സമയത്ത് വളരെ വലിയ കമ്മ്യൂണൽ റൈറ്റ്സ് പലയിടത്തും നടക്കുന്നു. ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടക്കുന്നു. അതിൻ്റേതായ ഒത്തിരി പ്രശ്നം, മൈഗ്രേഷൻ. അപ്പം മൈഗ്രേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഈ ജനങ്ങൾക്കെല്ലാം ഷെൽട്ടർ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ വലിയ ഒരു ചാലഞ്ചുകളാണ്. ബ്രിട്ടീഷ് പോകുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളും തന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ 1947 കഴിഞ്ഞ് എന്താണെന്നുള്ള ഒരു ആമുഖമാണ് ഞാൻ തന്നത്. ഇനിയും ഇന്ത്യയിൽ എന്തുണ്ട്? ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. ഇന്ത്യയെ ബാധിച്ച ബ്രിട്ടീഷ് കാരണം നമുക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി. ഇനി ഇൻറ്റേർണൽ ഡിവിഷൻ എന്താ? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ സമയത്ത് ചില രാജ്യങ്ങൾ ഇന്ത്യയെ ചേരാൻ വലുതായിട്ട് തയ്യാറായിരുന്നില്ല. കശ്മീരിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കശ്മീർ ലഭിച്ചു. കാരണം ഹരി സിംഗ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്ത് ഇന്ത്യയിലേക്ക് ചേരുകയുണ്ടായി. അതിന് കുറേ കഥകളുണ്ട്. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് NCERT ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ജുന്നഗർഹിലെ രാജാവ് ഇന്ത്യയെ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഹൈദരാബാദിലെ നിസാം അദ്ദേഹവും ഇന്ത്യയെ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ അകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈ സമയത്ത് തന്നെ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്, നാഗ ഇൻസർജൻസി. നാഗാലാൻഡിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, അവർ ഇന്ത്യ ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരും പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ കൺസോളിഡേഷൻ്റെ പ്രശ്നം നടക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കണ്ടേ, അതിനെ ഒരുമിച്ച് നിർത്തണ്ടേ. ഒന്നാമത് നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് തന്നിട്ട് പോയ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ, പിന്നെ ഇങ്ങനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചില ഡിവിഷൻസും പ്രശ്നങ്ങളും ഇന്ത്യയിലുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ ഏകദേശം കണ്ടു. അപ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വി വെർ നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ പോസ്റ്റ് അവർ ഇൻഡിപെൻഡൻസ്. നമുക്ക് ഒത്തിരി അധികം ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇനിയും ലോകത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മളൊരു വേൾഡ് വാർ കഴിഞ്ഞ് നിൽക്കുകയാണ്. 1947 നമ്മൾ വേൾഡ് വാറൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വേൾഡിൽ എന്താ നടക്കുന്നത്? പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ ആൻഡ് വെൽഫെയർ. ഈ വിശ്വയുദ്ധത്തിൻ്റെ സമയത്ത് രാജ്യങ്ങൾ പലതും തകർന്നു. ചിലർ എക്കണോമിക്കലി വളരെ ഡൗൺ ആയി. നമുക്ക് വേൾഡ് വാർ യൂറോപ്പിലെ രാജ്യങ്ങളെ വളരെയധികം ബാധിച്ചു. അത് ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും നിങ്ങളുടെ ബ്രിട്ടൻ ആണെങ്കിലും ഏത് സൈഡിൽ നിന്നവരായിക്കോട്ടെ. ഇതിൽ അധികം ബാധിക്കപ്പെടാത്ത ഒരു രാജ്യം എന്താ? ഐസൊലേറ്റ് ചെയ്യപ്പെട്ട, വെള്ളത്താൽ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന അമേരിക്ക ഇത് വളരെയധികം ബാധിച്ചില്ല. ബാക്കി രാജ്യങ്ങളെ ഇത് വളരെയധികം ബാധിച്ചു. അപ്പോൾ അമേരിക്ക ഒരു പവറായിട്ട് വരുന്നതൊക്കെ ഈ വേൾഡ് വാർസ് കഴിയുമ്പോഴാണ്. കാരണം അവന് വേൾഡ് വാറിൻ്റെ പ്രശ്നം അധികം ഉണ്ടായില്ല. കാരണം യൂറോപ്പിലാണ് ഇത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയത്. ഇതിനൊരു ഗ്ലോബൽ സ്കെയിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അടി നടന്നത് യൂറോപ്പിലാണ്. അപ്പോൾ ഈ സോ കോൾഡ് പഴയ സൂപ്പർ പവറുകളൊക്കെ ക്ഷയിച്ചു, ബ്രിട്ടൻ പോലുള്ള ഫ്രാൻസ് പോലുള്ളത്. അപ്പം 1947 കഴിഞ്ഞ് എന്താ നടക്കുന്നത്? റീകൺസ്ട്രക്ഷൻ്റെ വർക്ക്. ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ലോകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. യുദ്ധം നടന്ന് വേൾഡ് വാർ നടന്നിരിക്കുന്നു. പോവർട്ടി പലയിടത്തും ഉണ്ട്. ഇവിടെ ആൾക്കാരുടെ കയ്യിൽ ഫിനാൻഷ്യലായിട്ടുള്ള ക്രൈസിസ് ഉണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ലോകം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇനിയൊരു യുദ്ധം ഉണ്ടാവല്ലേ എന്നേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അവരൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. വേൾഡ് വാർ 1 സമയത്ത് നമുക്കൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയും, ലീഗ് ഓഫ് നേഷൻസ്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഇവരെന്ത് ശ്രമിച്ചു? ദേ ട്രൈ ടു ക്രിയേറ്റ് അനദർ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് കാണുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവർ ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഇതിൻ്റെ മാൻഡേറ്റ്? ലോകത്ത് പീസും സ്റ്റെബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും കൊളോണിയൽ മാസ്റ്റേഴ്സ് പുറത്തിറങ്ങി പോകുന്നു. ആ രാജ്യങ്ങൾക്കെല്ലാം എന്ത് കിട്ടുന്നു? ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, കൊളോണിയലിസം ഇസ് ഗെറ്റിംഗ് ഷാറ്റേർഡ്. അപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും പല കോളനികളിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്യുന്നു. ആ രാജ്യങ്ങളൊക്കെ പുതിയതായിട്ട് പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഈ പുതിയ രാജ്യങ്ങൾ അത്ര സ്ട്രോങ് അല്ല. ഇപ്പം ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കും 2 മേജർ ചാലഞ്ച് ഉണ്ട്. ഒന്നെന്താണ്? അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ജനങ്ങളുടെ വെൽഫെയർ നടത്തണം, അതുപോലെ ഡെമോക്രസിയും കൊണ്ടുവരണം. അതത്ര എളുപ്പമല്ല. ഈ ട്വിൻ ചാലഞ്ചസ് ആയിരുന്നു പുതിയ രാജ്യങ്ങൾക്കുണ്ടായിരുന്നത്. പുതിയതായിട്ട് ഫോം ചെയ്ത രാജ്യങ്ങൾക്ക് ദേ നീഡ് ടു ബ്രിങ് അബൌട്ട് വെൽഫെയർ ആൻഡ് ഡെമോക്രസി.
ക്ലിയർ ആണല്ലോ. അപ്പോൾ വേൾഡിൻ്റെ അവസ്ഥയും ഏകദേശം നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ട്. ഈ വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഒത്തിരിയധികം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു എതിരായിട്ടാണ് നമുക്ക് ഈ UN-ൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിക്ലറേഷനൊക്കെ വരുന്നത്. മനുഷ്യന് ബേസിക് ആയ ചില റൈറ്റ്സ് ഒക്കെ വേണമെന്നുള്ള കോൺസെപ്റ്റ്. പണ്ട് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പിന്നീട് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞു, പിന്നെ ലോകത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. ഓക്കെ, വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്നു, വേൾഡിൽ മൊത്തം റീകൺസ്ട്രക്ഷൻ്റെ വർക്ക് നടക്കുകയാണ്. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ ഓർഗനൈസേഷൻ വരുന്നു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ. ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയുള്ള ഡിക്ലറേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. പുതിയ രാജ്യങ്ങളുണ്ടാവുന്നു. ആ രാജ്യങ്ങൾക്കും ഒത്തിരി പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 ചാലഞ്ചാണ്: ജനങ്ങൾക്ക് വെൽഫെയർ എങ്ങനെയെങ്കിലും എത്തിക്കണം, അതുപോലെ ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി എക്സ്റ്റേണൽ ഡിവിഷൻസ്. വേൾഡിൽ തന്നെ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. കോൾഡ് വാർ എന്ന് പറഞ്ഞൊരു പ്രശ്നം നടക്കുകയാണ്. എന്താണ് കോൾഡ് വാർ? Divisions of the countries of world into 2 clear camps. One was under influence of United States and its western allies, and on the other side was under the influence of Soviet Union. അപ്പം ഇതൊരു ഒരു ഫിനോമിനനാണ്. വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ് ലോകം 2 ക്യാമ്പുകളിലേക്ക് തിരിഞ്ഞു. ഒരു ക്യാമ്പിൽ USA ലീഡ് ചെയ്യുന്ന വെസ്റ്റേൺ പവേഴ്സ്, ഒരു സൈഡിൽ റഷ്യ അല്ലെങ്കിൽ അന്നത്തെ USSR ലീഡ് ചെയ്യുന്ന സോവിയറ്റ് ക്യാമ്പ്. 2 ഭാഗങ്ങളായിട്ട് ലോകം തിരിഞ്ഞു. ഇപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്യുന്നതെല്ലാം ഈസ്റ്റേൺ ബ്ലോക്കാണ്, റെഡിൽ മാർക്ക് ചെയ്യുന്നതെല്ലാം വെസ്റ്റേൺ ബ്ലോക്കാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് അയൺ കർട്ടൻ. അപ്പോൾ യൂറോപ്പിൻ്റെ നടുക്ക് ഒരു അയൺ കർട്ടൻ വീഴുന്നു എന്ന് എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു വിൻസ്റ്റൺ ചർച്ചിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് മൊത്തം USSRൻ്റെ കൺട്രോളിലും വെസ്റ്റേൺ യൂറോപ്പ് മൊത്തം കൂടുതലും US-ൻ്റെയും അലൈസിൻ്റെയും കൺട്രോളിലുമാണ്. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ കർട്ടൻ, യൂറോപ്പിൻ്റെ നടുക്ക് ഒരു സ്റ്റീലിൻ്റെ കർട്ടൻ വീണുന്ന അല്ലെങ്കിൽ അയണിൻ്റെ കർട്ടൻ വീണുന്ന ചർച്ചിൽ പറഞ്ഞത്. ഇത് 2 ആശയങ്ങൾ തമ്മിലുള്ള ക്ലാഷും കൂടാണിത്. ഒരു സൈഡിൽ USA ആൻഡ് വെസ്റ്റ്, ഇവരുടെ ഐഡിയോളജി എന്താണ്? ക്യാപിറ്റലിസമാണ്. ഓക്കെ, ലിബറൽ ക്യാപിറ്റലിസം. ഇപ്പുറത്തെ സൈഡിൽ ആരാണ്? സോവിയറ്റ് റഷ്യ. അവരുടെ ആശയം എന്താണ്? സോഷ്യലിസം, കമ്മ്യൂണിസം. അപ്പോൾ ഒരു സൈഡിൽ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം, ഇപ്പുറത്ത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസം. എഴുതിയെടുക്കുക: ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം വേഴ്സസ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസം. കമ്മ്യൂണലിസം അല്ല, കമ്മ്യൂണിസം. ഇപ്പോൾ യൂറോപ്പ് തന്നെ 2ആയിട്ട് മുറിഞ്ഞു, ലോകം തന്നെ 2ആയിട്ട് മുറിയുന്ന അവസ്ഥ. ഒരു സൈഡിൽ USSR, ഒരു സൈഡിൽ USA. 2 പേരുടെ ആശയങ്ങൾ വേറെയാണ്. ഒരാൾ ക്യാപിറ്റലിസ്റ്റാണ്, ഒരാൾ സോഷ്യലിസ്റ്റാണ്. ഒരാൾ ഡെമോക്രാറ്റിക് ആണ്, മറ്റേയാൾ കമ്മ്യൂണിസത്തിൻ്റെ കാര്യം പറയും. ഓക്കെ, അപ്പോൾ ഇവരുടെ എക്കണോമിക് ഐഡിയാസും എല്ലാം വേറെയാണ്. ഇനി ഈ പുതിയതായിട്ട് ജനിച്ച് വീണ ഡെവലപ്പിംഗ് രാജ്യങ്ങളുണ്ട്. ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ 6 സൈഡിൽ നിൽക്കും. അവർക്ക് ഈ ഫോറിൻ പോളിസിയിലൊന്നും വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ദ ഡെവലപ്പിംഗ് കൺട്രീസ് ലാക്ഡ് ദ റിക്വയർഡ് റിസോഴ്സസ് ടു എഫക്റ്റീവ്ലി അഡ്വക്കേറ്റ് ദെയർ കൺസേൺസ് ഇൻ ഇൻ്റർനാഷണൽ സിസ്റ്റം. അതായത് ഇവർക്ക് അത്രത്തോളം ഇവർ പവർഫുൾ അല്ല, ഇവർക്ക് റിസോഴ്സ് ഇല്ല, വലിയ ആർമികളില്ല, ഇപ്പം ഇൻഡിപെൻഡൻസ് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഇൻ്റർനാഷണൽ അരേനയിൽ ഒരു വലിയ വോയിസ് ആവാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഇവർക്ക് എത്തിയിട്ടില്ല. ഓക്കെ, സോ ദേ ആർ ഇൻ എ സ്ട്രഗ്ലിംഗ് ഫേസ്. ഒന്നാമത് അവർക്ക് തന്നെ ഇന്റേണലി ഒത്തിരി പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ പ്രശ്നം നമ്മൾ പറഞ്ഞു. എന്നാലും ഇന്ത്യ ഇൻ്റർനാഷണൽ അരേനയിൽ ഒരു റോളൊക്കെ പ്ലേ ചെയ്തു. ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ കൊളോണിയൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട രാജ്യങ്ങൾക്ക് അത്രയും പവറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, വേൾഡ് ലിസൺസ് ടു ദ ആർഗ്യുമെൻ്റ് ഓഫ് പവർ. ശക്തിയുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. ആൻഡ് ഡസ് നോട്ട് ലിസൺ ടു ദ പവർ ഓഫ് ആർഗ്യുമെൻറ്റ്. അതായത് നിങ്ങൾ എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും കേൾക്കത്തില്ല, ശക്തിയുള്ളവൻ ചെറുതായിട്ടൊന്ന് ശബ്ദിച്ചാലും കേൾക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾ അത്രയും പവർഫുൾ അല്ലായിരുന്നു, ദ സോ കോൾഡ് ഡെവലപ്പിംഗ് നേഷൻസ്. സോ ദേ പർസ്യൂ മോർ മോഡസ്റ്റ് ഗോൾ ആൻഡ് അഡ്വാൻസ് ദാൻ ദ അഡ്വാൻസ് സ്റ്റേജ്. ദേ ഫോക്കസ് മോർ ഓൺ പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദെയർ ഓൺ നെയ്ബർഹുഡ്. അപ്പോൾ ഇവർ വലിയ വലിയ ഇൻ്റർനാഷണൽ ലക്ഷ്യങ്ങളോ ഫോറിൻ പോളിസി ലക്ഷ്യങ്ങളോ ഈ പുതിയ രാജ്യങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് മാക്സിമം എന്ത് ചെയ്യണം? സ്വന്തം നാട്ടിലും ചുറ്റുമുള്ള രാജ്യങ്ങളിലും സ്വന്തം രാജ്യത്തും ചുറ്റും നെയ്ബർഹുഡിലും പീസും സ്റ്റെബിലിറ്റിയും വേണം. ഇനി ഒരു പ്രശ്നവും യുദ്ധവും നടക്കരുത്. അത്രയും മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ഫോറിൻ പോളിസി ഗോളുകൾ. അതേസമയം US-ഓ അല്ലെങ്കിൽ റഷ്യയ്ക്കും അല്ലെങ്കിൽ അന്നത്തെ USSRനൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. സ്പേസ് പ്രോഗ്രാം, USA സ്പേസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു, USSR ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ തമ്മിൽ ഒരു യുദ്ധമാണ്. ആരാദ്യം മൂണിച്ചെല്ലും, ആരാദ്യം എർത്തിനെ ഓർബിറ്റ് ചെയ്യും.
അപ്പോൾ ഇതിന് സ്പേസ് റേസ് എന്ന് പറയും. പിന്നെ ന്യൂക്ലിയർ റേസ്, രണ്ടുപേരും ന്യൂക്ലിയർ ശക്തിയാവാൻ ശ്രമിക്കുന്നു, ബോംബുകൾ കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ബാക്കി രാജ്യങ്ങളെ സ്വന്തം ക്യാമ്പിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഫോറിൻ പോളിസി ഒബ്ജക്റ്റീവ് വളരെ വലുതാണ്. പക്ഷേ ഈ പുതിയ രാജ്യങ്ങൾക്ക് അത്രമാത്രം പവറൊന്നുമില്ല. അവർക്ക് മിനിമൽ ഗോളുകളേ ഉള്ളൂ. എന്ത്, എൻ്റെ രാജ്യത്തും ചുറ്റുമുള്ള രാജ്യത്തിനൊന്നും പ്രശ്നം ഉണ്ടാവരുത്, പീസ് വേണം, സ്റ്റെബിലിറ്റി വേണം, ലിമിറ്റഡ് ഗോളുകളാണ്. അതേസമയം മറ്റേവരുടെ ഫോറിൻ പോളിസി ഗോളൊക്കെ വലുതാണ്. ഓക്കെ. Moreover, their economic and security dependence on the more powerful states occasionally influence their foreign policy. അതായത് ഈ പുതിയ രാജ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് സൈനികമായ ആവശ്യങ്ങൾക്കും അവരുടെ എക്കണോമിക്കൽ ആവശ്യങ്ങൾക്കും എല്ലാം ഈ വലിയ രാജ്യങ്ങളാണ് അവരെ പിന്തുണച്ചിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അവർക്കില്ല. ദേ വെർ നോട്ട് സോവറിൻ. ഈ സോവറിറ്റിയെ പറ്റി ഇനി ഞാൻ പറയും. അതായത് ഇപ്പോൾ എൻ്റെ രാജ്യത്തിന് ഫുഡില്ല, ഫുഡ് തരുവാണ് ഒരു രാജ്യം, ആ രാജ്യം പറയുന്നത് ഞാൻ പലപ്പോഴും കേൾക്കേണ്ടി വരും. ഈ കാര്യം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ രാജ്യത്തിന് ഫുഡില്ല, ഫുഡ് തരുന്ന രാജ്യം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേ വെർ ഇൻഫ്ലുവൻസിങ്. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ രാജ്യത്തിൽ നിന്നൊരു ഭയമുണ്ട്, നമ്മളെ അവരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു വലിയ രാജ്യത്തിൻ്റെ മിലിറ്ററി ഹെൽപ്പ് നേടുകയാണ്, അവരാണ് നമുക്ക് വെപ്പൺ തരുന്നത്, അവരുടെ സൈനികർ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ ഗാർഡ് ചെയ്യുന്നു. അപ്പോൾ ആ കേസിൽ നമ്മൾ ആ വലിയ രാജ്യത്തിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എക്കണോമിക്കലി ഓർ മിലിറ്ററിലി നമ്മളൊരു വലിയ രാജ്യത്തിന് അല്ലെങ്കിൽ പവർഫുൾ രാജ്യത്തിന് ഡിപ്പെൻഡൻ്റ് ആയി കിടന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാൻ പവറില്ല. ഇതായിരിക്കും പല പല പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ അവസ്ഥ. In the period immediately after the Second World War, many developing nations choose to support the foreign policy preferences of the powerful countries who were giving them aid or credits. അപ്പോൾ ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വലിയ പവർ ഇല്ലാത്ത ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ പലതും ഒന്നുകിൽ USSRന്റെ ക്യാമ്പിൽ പോയി, അല്ലെങ്കിൽ USA ക്യാമ്പിൽ പോയി. ഒന്നുകിൽ അവർ ക്യാപിറ്റലിസ്റ്റ് ക്യാമ്പിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ സോവിയറ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ക്യാമ്പിലേക്ക് പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം നോക്കുന്നത് എനിക്ക് ആര് കൂടുതൽ ക്രെഡിറ്റ് തരും, കടം തരും, എനിക്ക് ആര് കൂടുതൽ എയ്ഡ് തരും, സഹായം തരും. അപ്പോൾ എനിക്ക് കൂടുതൽ കടവും സഹായവും ഒക്കെ തരുന്ന രാജ്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ലോകം തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് മുറിഞ്ഞു. ഒന്ന് USSR സപ്പോർട്ട് ചെയ്യുന്ന സോവിയറ്റ് കമ്മ്യൂണിസം, മറ്റേത് USA സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം, ഓക്കെ, അല്ലെങ്കിൽ ലിബറൽ ക്യാപിറ്റലിസം, അതിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പറ്റി പഠിക്കാം. നമ്മൾ ഇത്രയും നേരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? 1947 നോക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ഒത്തിരി പ്രശ്നങ്ങൾ. നമുക്ക് ഇലിറ്ററസി ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്, ഹങ്കർ ഉണ്ട്, പോവർട്ടി ഉണ്ട്, നമുക്ക് ഇൻഡസ്ട്രീസ് ഇല്ല, ഇൻഡസ്ട്രീസിനെ ഇനി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എക്സ്റ്റേണൽ സ്ഫിയറിൽ നോക്കിയാലോ, വേൾഡ് വാർ കഴിഞ്ഞ് ലോകം റീകൺസ്ട്രക്ഷൻ ഫേസിലാണ്. യുണൈറ്റഡ് നേഷൻസിനെ പോലുള്ള ഓർഗനൈസേഷൻ വരുന്നു, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്സ് തുടങ്ങുന്നു. അതുപോലെ തന്നെ ലോകത്തൊരു ശീതയുദ്ധം നടക്കുവാണ്, കോൾഡ് വാർ. ലോകം രണ്ട് ക്യാമ്പായിട്ട് ഡിവൈഡ് ആവുന്നു. ഓരോ പവർ ബ്ലോക്കും അവരുടെ സൈഡിലുള്ള ആൾക്കാരെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കോൾഡ് വാർ എന്നുള്ള പേര്, എന്തിനാണ് ഈ യുദ്ധത്തെ കോൾഡ് വാർ എന്ന് പറയുന്നത്? അതോട് ശ്രദ്ധിക്കണം. കാരണം ഹോട്ട് വാർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഹോട്ട് വാർ? ഇപ്പോൾ ഒരു രാജ്യവും തമ്മിൽ പക്കായിട്ട് വെടിവെപ്പും യുദ്ധവും ബോംബേറും ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ നടക്കുകയാണ്, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹോട്ട് വാർ എന്ന് പറയും. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡയറക്റ്റ്ലി അധികം ക്ലാഷ് ചെയ്തില്ല. അതിൻ്റെ കാരണം രണ്ട് രാജ്യങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇഫ് ദീസ് കൺട്രീസ് ക്ലാഷ്ഡ്, രണ്ടു പേർക്കും നല്ല രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുമെന്ന് US ബ്ലോക്കിനും അറിയായിരുന്നു, USSRന്റെ ബ്ലോക്കിനും അറിയായിരുന്നു. രണ്ടുപേരും പിന്നീട് കാലത്ത് ന്യൂക്ലിയറുമായി. അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം പ്രശ്നമുണ്ടാവും. അപ്പം ഇതിനെ ചിലർ വിളിക്കുന്ന ഒരു പേരുണ്ട്, MAD, MAD. മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നല്ല, മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ എന്നാണ്. ഈ രാജ്യങ്ങൾക്ക് അറിയായിരുന്നു നമ്മൾ തമ്മിൽ ഡയറക്റ്റ് ഒരു ഹോട്ട് വാറിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേർക്ക് നാശം ഉണ്ടാവും. അതുകൊണ്ട് ഇവർ ഹോട്ട് വാറിന് പോയില്ല, പക്ഷെ ഒരു ശീത യുദ്ധത്തിന് പോയി, കോൾഡ് വാറിന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോൾഡ് വാറിനെ തണുത്ത യുദ്ധം, കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരണം രണ്ടുപേരും പരസ്പരം ചില പാരകളൊക്കെ പണിതു, മാക്സിമം സ്വന്തം സൈഡിലേക്ക് രാജ്യങ്ങളെയൊക്കെ ചേർക്കാൻ നോക്കി, ഒരു ക്യാൻവാസിങ് പോലെ. അപ്പോൾ ഇതാണ് കോൾഡ് വാറിൽ നടന്നത്. അപ്പം നമുക്ക് ഇന്ത്യൻ ഫോറിൻ പോളിസി നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ അവസ്ഥ എന്താണെന്നും ഇന്റേണൽ അവസ്ഥ എന്താണെന്നൊക്കെ പഠിച്ചു. ഇനി ഇന്ത്യ എന്ത് ചെയ്യാൻ പോവാണെന്ന്. അപ്പം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഒരു റോള് പ്ലേ ചെയ്ത വ്യക്തിയാണ് നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്. ആൻഡ് ഹി വാസ് ഹിസ് ഓൺ ഫോറിൻ മിനിസ്റ്റർ.
ഈ വാക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിൽ ഉപയോഗിക്കാം. നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് ഓൺ ഫോറിൻ മിനിസ്റ്റർ. അതായത് പലപ്പോഴും പല രാജ്യത്തിൽ പ്രൈം മിനിസ്റ്റർ വേറെ, ഫോറിൻ മിനിസ്റ്റർ വേറെ. നമ്മളിപ്പോൾ ഫോറിൻ മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് വേറെ പേരിലാണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഫോറിൻ മിനിസ്റ്റർ എന്നുള്ള പദമായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം നെഹ്റുവിൻ്റെ കേസിൽ ഞാൻ തന്നെ പ്രൈം മിനിസ്റ്റർ, ഞാൻ തന്നെ ഫോറിൻ മിനിസ്റ്റർ. അപ്പം നെഹ്റു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ സെറ്റിംഗ് ദ നാഷണൽ അജണ്ട. ഹി വാസ് ഹിസ് ഓൺ ഫോറിൻ മിനിസ്റ്റർ. ദസ് both as prime minister and foreign minister, he exercised profound influence in the formulation and implementation of Indian foreign policy from 46 to 64. അപ്പോൾ 46 മുതലേ ഇദ്ദേഹം പവർഫുൾ ആണ്. ഇപ്പോൾ 46 തൊട്ട് ഇദ്ദേഹം മരിക്കുന്ന 64 വരെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിത്വം നെഹ്റു ആണ്. കാരണം ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററുമാണ്, ഇദ്ദേഹം ഫോറിൻ മിനിസ്റ്ററുമാണ്. അപ്പോൾ ദ 3 മേജർ ഒബ്ജക്റ്റീവ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. അപ്പോൾ നെഹ്റുയുടെ ഫോറിൻ പോളിസിയുടെ 3 ഒബ്ജക്റ്റീവുകൾ. ഒന്ന്, പ്രിസർവ് ദ ഹാർഡ് ഏൺഡ് സോവറിനിറ്റി. ശ്രദ്ധിക്കുക, നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ മേജർ ഒരു ആസ്പെക്ട് എന്താ? പ്രിസർവ് ദ ഹാർഡ് ഏൺഡ് സോവറിനിറ്റി. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സോവറിനിറ്റി നേടിയത്. നമ്മൾ ഇതിനു മുമ്പ് ബ്രിട്ടീഷിൻ്റെ ഒരു കോളനി ആയിരുന്നു. നമുക്ക് പരമാധികാരം ഇല്ലായിരുന്നു, സോവറിനിറ്റി ഇല്ലായിരുന്നു. നമ്മളൊരു ബ്രിട്ടീഷ് ക്രൗണിൻ്റെ സബ്ജക്റ്റ് മാത്രമായിരുന്നു. പക്ഷേ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായതോടെ വി ബിക്കേം സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സോവറിനിറ്റി? സോവറിനിറ്റി 2 രീതിയിലുണ്ട്. ഇന്റേണൽ സോവറിനിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ സോവറിനിറ്റി ഉണ്ട്. ഇന്റേണൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് എന്തെങ്കിലും നിയമം പാസ്സാക്കണം, എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാം, വേറെ ആരും അതിനകത്ത് ഇടപെടണ്ട. പിന്നെ ഇന്ത്യയിലുള്ള ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും, ഗ്രൂപ്പ് ആണെങ്കിലും, പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അവരെല്ലാം ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എടുക്കുന്ന തീരുമാനത്തിന് അധീനമായി നിൽക്കണം. ഇതിനെയാണ് ഇന്റേണൽ സോവറിനിറ്റി. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇന്റേണലായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ, വി മസ്റ്റ് ബി ഏബിൾ ടു മേക്ക് അവർ ഡൊമസ്റ്റിക് ലോസ്. അതിനകത്ത് വേറെ രാജ്യങ്ങളൊന്നും ഇടപെടരുത്. ഇനി എക്സ്റ്റേണൽ സോവറിനിറ്റി ഉണ്ട്. ഇന്ത്യയും വേറൊരു രാജ്യവുമായിട്ട് എങ്ങനെ ഇടപെടണമെന്ന് ഒരു തേർഡ് പാർട്ടി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളും റഷ്യയായിട്ട് അടുക്കണമെങ്കിൽ USA അതിനകത്ത് കയറി ഇടപെടാൻ പാടില്ല. USA നമ്മളോട് പറയാൻ പാടില്ല നീ റഷ്യയോട് മിണ്ടരുതെന്ന് USA പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ത്യയും ഇപ്പം തൈവാനുമായിട്ട് സംസാരിക്കുമ്പോൾ ചൈന വന്ന് പറയാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എക്സ്റ്റേണൽ സോവറിനിറ്റി എന്താ? നമ്മുടെ ഫോറിൻ പോളിസി, ഹൗ വി ഡീൽ വിത്ത് ദ സെക്കൻഡ് കൺട്രി, ആ കാര്യത്തിൽ വേറെ രാജ്യങ്ങൾ ഇടപെടാൻ പാടില്ല. ഇതാണ് എക്സ്റ്റേണൽ സോവറിനിറ്റി. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് ഇന്റേണൽ സോവറിനിറ്റി. അപ്പോൾ പരമാധികാരം, നമ്മുടെ ഡിസിഷൻ നമുക്ക് തന്നെ എടുക്കാനുള്ള പവർ. നമ്മളൊരു ഡിസിഷൻ എടുത്താൽ വേറെ ആൾക്കാർ നമ്മളെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. വേറെ ആളെ നോക്കിയായിരിക്കരുത് ഇന്ത്യ സ്വന്തം ഫോറിൻ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഒത്തിരി നാളും ബ്രിട്ടീഷിൻ്റെ ഒരു കളിപ്പാവയായിട്ട് അവർ നമ്മളെ ഡ്രെയിൻ ചെയ്ത് അവരുടെ ആവശ്യത്തിന് നമ്മളെ യൂസ് ചെയ്തു. കാരണം ബ്രിട്ടീഷ് വാസ് എ കൊളോണിയലിസ്റ്റ് ആൻഡ് ഇമ്പീരിയലിസ്റ്റ് പവർ. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഇനിയും വേറെ ഒരാളുടെ പാവയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. ഇതാണ് നെഹ്റുവിൻ ഫോറിൻ പോളിസിയുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ്, പ്രൊട്ടക്ട് ദ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി. നമുക്ക് ടെറിട്ടറി ഉണ്ട്, ആ ടെറിട്ടറിയൽ ഇൻറ്റഗ്രിറ്റി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ സ്ഥലമൊന്നും നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് നമുക്ക് സീക്രട്ട് ആണ്. പിന്നെ ടു പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കാരണം ഈ ബ്രിട്ടൻ പോയപ്പോൾ ഇവിടെ ഇലിറ്ററസി ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രീസിനെ മൊത്തം അവർ തച്ചുടച്ച് പോയിട്ടുണ്ട്. അവരൊരിക്കലും ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് പോവർട്ടിയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ഇമ്പോർട്ട്സ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ബാക്കി രാജ്യത്ത് നിന്ന് വരുന്ന പല സാധനങ്ങളും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മുറിക്കാൻ വി വെൻ ഫോർ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നെഹ്റുവിൻ ഫോറിൻ പോളിസിയുടെ 3 പോയിന്റ് എന്താ? പ്രിസർവ് ദ ഹാർഡ് ഏൺഡ് സോവറിനിറ്റി, പ്രൊട്ടക്ട് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത് 3 നെഹ്റുവിൻ ഫോറിൻ പോളിസിയുടെ കീ ആസ്പെക്ട്. നെഹ്റു വിഷ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ് ത്രൂ സ്ട്രാറ്റജി ഓഫ് നോൺ അലൈൻമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ നെഹ്റു ആഗ്രഹിച്ചത് എന്താണ്? നമ്മുടെ പോളിസി എന്തായിരിക്കണം? നമ്മൾ USSRൻ്റെ ബ്ലോക്കിലും പോകരുത്, USA ബ്ലോക്കിലും പോകരുത്. നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വി വിൽ നാവിഗേറ്റ് ത്രൂ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ, അപ്പം നെഹ്റു ഈ 3 ഫോറിൻ പോളിസികൾക്കും അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവുകൾക്കും, നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ 3 ഒബ്ജക്റ്റീവുകൾക്കും ജീവൻ കൊടുക്കാൻ ശ്രമിച്ചത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിലൂടെയാണ്. നമ്മൾ ഇവിടെയും ചേരില്ല, അവിടെയും ചേരില്ല. ഇനി ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ടാവണം. ഓക്കെ, സ്ട്രാറ്റജിക് ഓട്ടോണമി അതെന്താണ്? വാട്ട് ഡസ് ഇൻഡിപെൻഡൻസ് കൺസിസ്റ്റ് ഓഫ്? നെഹ്റുവിൻ്റെ കോട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫണ്ടമെന്റലി ആൻഡ് ബേസിക്കലി ഓഫ് ഫോറിൻ റിലേഷൻ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. All else is local autonomy. Once foreign relation go out of your hands into charge of somebody else, to that extent and in that measure you are not independent. സാരാംശം ഞാൻ പറഞ്ഞുതരാം.
നമ്മളുടെ ഫോറിൻ പോളിസി വേറൊരു രാജ്യമാണ് ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വേറൊരു രാജ്യമാണ് തീരുമാനം എടുക്കണമെങ്കിൽ, നമ്മളിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഒരു വോട്ട് ഇടണമെങ്കിൽ അത് വേറെ രാജ്യം പറഞ്ഞതിൻ്റെ പേര് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തല്ല, നമ്മൾ സോവറിൻ അല്ലെങ്കിൽ നമ്മൾ ആരല്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പം നെഹ്റു ഓൾവേസ് സ്പോക്ക് അബൌട്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി. ഇന്ത്യക്ക് എങ്ങനെ പോകണമെന്ന് ഇന്ത്യ തീരുമാനിക്കുക, നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, 2 എക്സാമ്പിൾ. ഈ കറണ്ട് ഇപ്പം ലോകത്ത് നടക്കുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ചുറ്റും നല്ല സുഹൃത്തുക്കളാണല്ലോ, ഒരു സൈഡിൽ പാകിസ്ഥാനും ഒരു സൈഡിൽ ചൈനയും. അപ്പം നമുക്ക് സ്വയം നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 എന്ന് പറഞ്ഞ മിസൈൽ ഡിഫൻസ് സിസ്റ്റം പർച്ചേസ് ചെയ്തു. ഈ ഓപ്പറേഷൻ സിന്ദൂരിലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയതാണ് S-400. അമേരിക്ക അന്ന് നമ്മളോട് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് മേടിക്കരുത്, കാരണം റഷ്യ അമേരിക്ക ശത്രുക്കളാണ്. അമേരിക്കയുടെ ശത്രുവായ റഷ്യയുമായിട്ട് നിങ്ങൾ ബന്ധം കീപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ എതിരെ സാങ്ഷൻസ് ഇടും. അതായത് അമേരിക്കയ്ക്ക് ഒരു നിയമമുണ്ട്, കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം, കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്, കാട്സ. അപ്പം അമേരിക്കയുടെ ശത്രുവായിട്ട് അമേരിക്ക കാണുന്ന ഒരു രാജ്യമായിട്ട് നിങ്ങൾ ബന്ധം കീപ്പ് ചെയ്താൽ നിങ്ങളുടെ എതിരെ ഞങ്ങൾ ഉപരോധം കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ എക്കണോമിക്സ് ആക്ഷൻസ് അടിച്ചേൽപ്പിക്കും. ഇതായിരുന്നു അമേരിക്കയുടെ നിലപാട്. പക്ഷെ നമ്മൾ അമേരിക്ക പറഞ്ഞ് കേട്ടില്ല, നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് പോയി. ഞങ്ങളുടെ ആവശ്യമാണ് S-400, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു, ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ പർച്ചേസ് S-400. അപ്പോൾ നമ്മൾ നമ്മുടെ നട്ടെല്ല് ഉയർത്തി തന്നെ ഇരുന്നു, നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി കീപ്പ് ചെയ്തു. പക്ഷേ ചില സമയത്ത് നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. ഇറാനും നമ്മളുമായിട്ട് പണ്ട് കാലത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇറാൻ നമുക്ക് ചീപ്പായിട്ട് ഓയിൽ തരുന്ന രാജ്യമാണ്. പക്ഷേ ഇറാനും അമേരിക്കയും പ്രശ്നമാണ്. അപ്പോൾ അമേരിക്ക നമ്മളെ ഫോഴ്സ് ചെയ്തു, നമ്മൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കൽ കട്ട് ചെയ്തു, ഏകദേശം നില്ലിൻ്റെ അവസ്ഥയിൽ എത്തിച്ചു. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ ഇത്രയും പറഞ്ഞത്. ഇനി നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. നമ്മൾ ഇവിടെയും ചേർന്നില്ല അവിടെയും ചേർന്നില്ല, നമുക്ക് താല്പര്യമുള്ള പോലെ നമ്മൾ നാവിഗേറ്റ് ചെയ്തു. ഇനി ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് പ്രോസസ്, ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് വേൾഡ് വൈഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. നമ്മുടെ ഫോറിൻ പോളിസിയെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചരിത്രം. നമ്മളൊരു രാജ്യത്തിൻ്റെ കോളനിയായിട്ട് അവരുടെ പീഡനം സഹിച്ച് നിന്നതാണ്. അപ്പോൾ ഇന്ത്യ എപ്പോഴും എന്തിനെ എതിർക്കും, കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തെയും എതിർക്കും. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്, 2 വാക്ക് ഒരുപോലെ ഇരിക്കും, പക്ഷേ രണ്ടും വ്യത്യാസമാണ്. വാട്ട് ഇസ് കൊളോണിയലിസം, വാട്ട് ഇസ് ഇമ്പീരിയലിസം, രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ലിബറേഷൻ മൂവ്മെന്റ്സ് ഓഫ് മെനി ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. അപ്പോൾ ഡീകോളനൈസേഷൻ, കോളനികളിൽ നിന്ന് സ്വയം രാജ്യമാകാനുള്ള പല രാജ്യങ്ങളുടെ എഫേർട്ടിനെ ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് അറിയാം ഒരു കോളനി ആയിട്ടിരിക്കുന്നതിൻ്റെ ദുഃഖം. ലോകത്തിനെ കൺട്രോൾ ചെയ്തിരുന്ന, എക്കണോമിക്കലി ഏറ്റവും പ്രോസ്പറസ് ആയിട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയും ചൈന. ആ ഇന്ത്യയുടെ അവസ്ഥ ബ്രിട്ടൻ എന്താക്കി എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം. അപ്പം നമ്മൾ വിവർ ആൻറ്റി കൊളോണിയലിസ്റ്റ്, വിവർ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ്. അപ്പോൾ ബാക്കി ഏതെങ്കിലും രാജ്യം ഈ കൊളോണിയലിസത്തിൻ്റെ ചെങ്ങല പൊട്ടിച്ച് പുറത്തു വരാൻ ആഗ്രഹിച്ചാൽ നമ്മൾ അവരെ സഹായിച്ചിരുന്നു. കാരണം നമ്മുടെ ചരിത്രം നമ്മുടെ ഫോറിൻ പോളിസിയെ ബാധിക്കും. Prior to India's independence, there were contacts between the national leaders of India and those in other colonies, united as they were in their common struggle against colonialism and imperialism. അപ്പോൾ ഇന്ത്യയിലെ പല റവല്യൂഷണറീസ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ബാക്കി രാജ്യത്തിലുള്ള ഫ്രീഡം ഫൈറ്റേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖദർ എന്ന് പറഞ്ഞ പാർട്ടി, US-ലും കാനഡയിലും ഒക്കെ ഇതുപോലുള്ള പാർട്ടികൾ ആക്റ്റീവായിരുന്നു. നമ്മൾ ഡയർ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മുടെ ഉദ്ധം സിംഗ് വെടിവെച്ച് വന്നത് പുറം രാജ്യത്തിട്ടാണ്. നമ്മുടെ പല റവല്യൂഷണറി ഓർഗനൈസേഷൻസ് പുറത്താണ് വർക്ക് ചെയ്തത്, ശ്യാംജി കൃഷ്ണ വർമ്മയെ പോലുള്ള ആൾക്കാർ. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാദാഭായ് നെഹ്റുജിയെ പോലെ പലരും ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം പുറത്താണ് ചിലവഴിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഒരിക്കലും ഇന്ത്യക്ക് അകത്തൊതുങ്ങി നിന്നും നിങ്ങൾ വിശ്വസിക്കരുത്, പുറത്തും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. നമ്മൾ വേറെ രാജ്യത്തെ റിബൽസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വേറെ രാജ്യത്തിലെ നാഷണൽ ലീഡേഴ്സുമായിട്ട് ഇന്ത്യൻ ലീഡേഴ്സ് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പം നമ്മുടെ എല്ലാ ഉദ്ദേശം, നമ്മുടെ ഉദ്ദേശം എന്താ? കൊളോണിയലിസം ഇമ്പീരിയലിസം അവസാനിപ്പിക്കുക. ഓക്കെ, ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി വേറെ എക്സാമ്പിളാണ്. ഇന്ത്യൻ നാഷണൽ ആർമി ബൈ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഡ്യൂറിംഗ് സെക്കൻഡ് വേൾഡ് വാർ വാസ് ദ ക്ലിയറസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലിങ്കേജസ് എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓവർസീസ് ഇന്ത്യൻസ് ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ. നിങ്ങൾക്ക് ഇതും അറിയാം. ഇപ്പം സുഭാഷ് ചന്ദ്ര ബോസ്, അതിനു മുമ്പ് നിങ്ങൾ മോഹൻ സിംഗ്, ഇതാണ് മോഹൻ സിംഗ് ആണ് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ ആർമി ക്രിയേറ്റ് ചെയ്തത്. അത് ആസാദ് ഹിന്ദ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കുന്നതിന്. ഈ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫോർമേഷൻ പലപ്പോഴും
സിംഗപ്പൂറുമായിട്ട് കണക്റ്റഡ് ആണ്, പലപ്പോഴും ജപ്പാനുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറിനെ കണ്ടു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ സ്ട്രഗിൾ ഇറ്റ് വാസ് നോട്ട് ലിമിറ്റഡ് ടു ഇന്ത്യ. ഓക്കെ, പിന്നെ നമ്മുടെ പോളിസി എന്താണ്? ഇറ്റ് ഈസ് NAM, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസിങ് ഫ്രം 2 ക്യാമ്പ്സ്. 2 ക്യാമ്പുകളുണ്ട്. USA വെസ്റ്റിൻ്റെ ഒരു ക്യാമ്പ്, USSRൻ്റെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ്. കമ്മ്യൂണിസ്റ്റ് ക്യാമ്പിലായിരുന്നു ആദ്യം, അല്ലെങ്കിൽ പിന്നെയും ചൈനയും USSRും പല രാജ്യങ്ങളും. വെസ്റ്റേൺ ക്യാമ്പിൽ നിങ്ങൾക്കറിയാം ഫ്രാൻസ്, UK, USA അങ്ങനെയുള്ള രാജ്യങ്ങളും. ഓക്കെ, ദ ഫോറിൻ പോളിസി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വിഗറസ്ലി പ്രസ്യൂഡ് ദ ഡ്രീം ഓഫ് പീസ്ഫുൾ വേൾഡ് ബൈ അഡ്വക്കേറ്റിംഗ് ദ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, ബൈ റെഡ്യൂസിംഗ് കോൾഡ് വാർ ടെൻഷൻസ് ആൻഡ് ബൈ കോൺട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദ UN പീസ് കീപ്പിംഗ് ഫോഴ്സ്. അപ്പം നമ്മൾ ഈ ക്യാമ്പിലും പോയില്ല, ആ ക്യാമ്പിലും പോയില്ല, 2 സൈഡിലും നമ്മൾ ചേർന്നില്ല. നമ്മൾ ലോകത്തിൻ്റെ ഗുരു ആവാൻ ശ്രമിച്ചു. നമ്മൾ വേൾഡ് പീസിന് വേണ്ടി വാദിച്ചു. കൊളോണിയലിസത്തിൻ്റെയും റേസിസത്തിൻ്റെ എതിരെയൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ ആഫ്രിക്കയിലൊക്കെ അപ്പാർട്ട്ഹെഡ് ആയിരുന്നു, അവിടെ ബ്ലാക്സ് വളരെയധികം ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട്. നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചു. നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മൾ ഈ കോൾഡ് വാറിൻ്റെ പൊളിറ്റിക്സിലേക്ക് നമ്മൾ കയറാൻ പോയില്ല. അവർ കിടന്ന് അടിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക്. കാരണം ഇന്ത്യക്ക് വലിയ മിലിറ്ററി, തോക്കും ഗണ്ണും ബോംബും ഇല്ല, വളരെയധികം കാശും ഇല്ല. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു? UN ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ UN ഫോഴ്സ് അവിടെ നിൽക്കും. പക്ഷേ UN സ്വന്തമായിട്ട് ഫോഴ്സ് ഇല്ല. യുണൈറ്റഡ് നേഷൻസിന് പല രാജ്യങ്ങളുമാണ് ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് നമുക്ക് എന്തുണ്ട്? ഒന്നും ഇല്ലെങ്കിലും അന്ന് നമുക്ക് ആൾബലമുണ്ട്, ആൾക്കാരുടെ എണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മിലിറ്ററിയിൽ പെടുന്ന പലരെയും UN പീസ് കീപ്പിംഗ് ഫോഴ്സസിൽ ഡിപ്ലോയ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ലോകശാന്തിക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. You might ask why India did not join either of the 2 camps during Cold War. എന്തുകൊണ്ട് ഇന്ത്യ ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു നിന്നു? കാരണം നമ്മുടെ ഫോറിൻ പോളിസി എന്താണ്? നമ്മൾ പീസ് ആൻഡ് സ്റ്റെബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോയാൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ? നമുക്ക് ഓട്ടോണമസ് ആയിട്ട് ഇരിക്കാൻ പറ്റും? ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ മിലിറ്ററി ക്യാമ്പുകളിൽ ചേരുന്ന വലിയ താല്പര്യമില്ല. കാരണം വെസ്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഈ ഇമേജ് നാറ്റോ ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതുപോലെ റഷ്യയും ഒരു മിലിറ്ററി പാക്ട് ഉണ്ടാക്കി. ഇതിൻ്റെ പേരാണ് വാർസോ പാക്ട്. അപ്പം മിലിറ്ററി പാക്റ്റുകൾ എന്താ? ഓരോ രാജ്യങ്ങൾ കൂടി ചില തീരുമാനങ്ങൾ എടുക്കും. എന്നെ അറ്റാക്ക് ചെയ്താൽ എൻ്റെ അലയൻസ് ഉള്ള രാജ്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി നിൽക്കും, എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അലയൻസാണ്. വെസ്റ്റ് നാറ്റോ ക്രിയേറ്റ് ചെയ്തു, USSR വാർസോ പാക്ട് ക്രിയേറ്റ് ചെയ്തു. ഇന്ത്യക്ക് ഇതിനകത്ത് പെടാൻ ആഗ്രഹമില്ല. അപ്പം ഇന്ത്യ ഈ ക്യാമ്പിൽ നിന്നൊക്കെ മാറിയിരുന്നു. ഇനി ഒരു കാര്യമോടെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നെഹ്റുവിൻ്റെ ബേസിക് ഐഡിയ ആയിരുന്നു ഈ നോൺ അലൈൻമെൻറ്റ്. ഞങ്ങൾക്ക് 2 സൈഡിൽ നിൽക്കേണ്ട, നമുക്ക് ന്യൂട്രലായിട്ട് നിന്നാൽ മതി, നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മതി, ലോകത്ത് ശാന്തി ഉണ്ടാവട്ടെ, നമ്മൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ പ്രവർത്തിക്കും, കൊളോണിസത്തിൻ്റെയും റേസിസത്തിൻ്റെയും ഇംപീരിയലിസത്തിനെതിരെയും നമ്മൾ പ്രവർത്തിക്കും, ബാക്കി രാജ്യങ്ങളുടെ ഡീകോളനൈസേഷൻ എഫേർട്സിൽ നമ്മൾ സഹായിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നെഹ്റുവിൻ്റെ എതിരെയും ചില ഓപ്പോസിറ്റ് വോയിസുകൾ ഉണ്ടായിരുന്നു. Okay, there were of course parties and groups in countries that believed India should be more friendly with bloc led by US. ചിലർ പറഞ്ഞു യുഎസുമായിട്ടുള്ള ബ്ലോക്കില്ലേ, ആ ബ്ലോക്കുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുക്കണം, ആ സൈഡിൽ ചേരണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം എന്താ? US, because the bloc claimed to be pro-democracy, among those who thought on these lines were leaders like Ambedkar. അപ്പം അംബേദ്കറിനെ പോലെ ചിലർ, ഇത് അംബേദ്കറിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു രസം തോന്നി എനിക്ക്. ഇങ്ങനൊരു പിക്ചർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഐ തിങ്ക് അദ്ദേഹം പുറത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇമേജാണ്. അപ്പം അംബേദ്കർ പറഞ്ഞു നമ്മൾ അമേരിക്കയുടെ കൂടെ നിൽക്കണം, കാരണം അമേരിക്ക ഒരു ഡെമോക്രസിയാണ്. ഈ USSR ആണെങ്കിലും ചൈനയാണെങ്കിലും ഈ സോവിയറ്റ് സ്വഭാവം അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള പല രാജ്യങ്ങളിലും പാർട്ടിയുടെ ഏകാധിപത്യമാണ്. അപ്പം അംബേദ്കർ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അമേരിക്ക പ്രോ ഡെമോക്രസി ആയിരുന്നുണ്ട്, ആ സൈഡിലേക്ക് ചായാൻ പറഞ്ഞു. അതുപോലെ ചില പാർട്ടികളുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്വതന്ത്ര പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടീസ് വിച്ച് വെയർ ഒപ്പോസ് ടു കമ്മ്യൂണിസം ഓൾസോ വാണ്ടഡ് ഇന്ത്യ ടു ഫോളോ എ പ്രോ US ഫോറിൻ പോളിസി. എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വതന്ത്ര പാർട്ടിയുണ്ട്, അതുപോലെ ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ ജൻസംഘ് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, ഭാരതീയ ജൻസംഘ്. ഇത് ശ്യാമപ്രസാദ് മുഖർജിയാണ്, ശ്യാമപ്രസാദ് മുഖർജി. ഇപ്പം പഴയ ജൻസംഘിൽ നിന്നാണ് പിന്നീട് BJP ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അംബേദ്കർ ആണെങ്കിലും സ്വതന്ത്ര പാർട്ടി ആണെങ്കിലും നമ്മുടെ ഭാരതീയ ജനസംഘ് ആണെങ്കിലും ഇവരെല്ലാം ഇന്ത്യ അമേരിക്കയുടെ സൈഡിലേക്ക് പോകാനാണ് താല്പര്യപ്പെട്ടത്. അംബേദ്കർ എന്തുകൊണ്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്തു? അമേരിക്കയുടെ ഒരു ഡെമോക്രസി ആയതുകൊണ്ട്. സ്വതന്ത്ര പാർട്ടിയും
ഭാരതീയ ജനസംഘം ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകളെ കണ്ടുകൂടായിരുന്നു. അപ്പോൾ ഇവർക്ക് US-ൻ്റെ കൂടെ ചേരാനാണ് ഇവരും പറഞ്ഞത്. അതും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ഈ സ്വതന്ത്ര പാർട്ടി ഒരു ക്യാപിറ്റലിസ്റ്റ് വിശ്വാസമുള്ള പാർട്ടിയായിരുന്നു. അതേസമയം ഭാരതീയ ജനസംഘ്, ശ്യാം പ്രസാദ് മുഖർജിയുടെ പാർട്ടി, അവർക്കൊരു കൾച്ചറൽ, അതായത് ഒരു കുറച്ച് റൈറ്റ് വിങ് സ്വഭാവം അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് കൾച്ചറലിസ്റ്റിക് അജണ്ടയുള്ള പാർട്ടിയായിരുന്നു. ഓക്കെ, അപ്പം പല സ്വഭാവമാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും പല പല കാരണങ്ങളുണ്ട് USA സപ്പോർട്ട് ചെയ്യാൻ. അത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ജനറൽ പോളിസി ഈസ് ടു അവോയ്ഡ് എൻടാംഗിൾമെന്റ് ഇൻ പവർ പൊളിറ്റിക്സ് ആൻഡ് നോട്ട് ടു ജോയിൻ എനി ഗ്രൂപ്പ് ഓഫ് പവേഴ്സ് as against any other group. The two leading groups today are Russian bloc and the Anglo-American bloc. We must be friendly to both and yet not join either. Both America and Russia are extraordinarily suspicious of each other as well as other countries. This makes our path difficult and we may well suspected by each leaning towards the other. This cannot be helped. അപ്പോൾ ഇത് ജവഹർലാൽ നെഹ്റു KPS മേനോന് എഴുതിയൊരു കത്താണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യക്ക് ഈ രണ്ട് വലിയ ശക്തികളുടെ കൂടെ അവരുടെ ബ്ലോക്കിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഈ രണ്ട് ബ്ലോക്കുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. USA-ക്ക് ഒട്ടും വിശ്വാസമില്ല റഷ്യയ്ക്ക് ഒട്ടും വിശ്വാസമില്ല US. ഈ ബ്ലോക്കുകൾക്ക് തമ്മിൽ വിശ്വാസമില്ല. അത് ഒരു പേരോട് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഈ വെസ്റ്റേൺ ബ്ലോക്കിനെ ആംഗ്ലോ അമേരിക്കൻ ബ്ലോക്ക് എന്നും വിളിക്കാം. ഇപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ബെറ്ററാവും. അപ്പം ഇവർ പറയുന്നത് പരസ്പരം ഇവർക്ക് വളരെ ഡൗട്ട്ഫുള്ളാണ്. അപ്പം നെഹ്റു പറയുന്നത് എന്താ? നമുക്ക് രണ്ട് സൈഡിലും നിൽക്കേണ്ട, നമുക്ക് രണ്ട് പേരുടെ കൂടെ ഫ്രണ്ട്ലി ആവാം. ഓക്കെ, അപ്പം നെഹ്റു ഒരു പ്രശ്നവും പറഞ്ഞു. നമ്മളിപ്പം രണ്ട് സ്ഥലത്തും നിൽക്കാതിരുന്നാലും ഈ രണ്ട് രാജ്യങ്ങൾക്കും നമ്മളോട് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അമേരിക്ക ചിലപ്പോൾ വിചാരിക്കും നമ്മൾ USSRൻ്റെ അടുത്തിരിക്കുകയാണ്, USSR ചിലപ്പോൾ വിചാരിക്കും നമ്മൾ അമേരിക്കയുടെ കൂടെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ രണ്ടുപേർക്കും കൈ കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടുപേരും നമ്മളെ സംശയിക്കാൻ സാധ്യതയുണ്ടെന്ന് ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നോൺ അലൈൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ചോയ്സേ ഉള്ളെന്ന് നെഹ്റു പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത്, വാസ് ഇന്ത്യ റിയലി നോൺ അലൈൻഡ്? നമ്മൾ പ്രസംഗിച്ച കാര്യം എന്താ? നമ്മൾ നോൺ അലൈൻഡ് ആയിരിക്കും, നമ്മൾ ആരുമായിട്ടും ഒരു ബ്ലോക്കിലും ചേരില്ല, ഒരു മിലിറ്ററി ബ്ലോക്കിലും നമ്മൾ പാട്ടാവില്ല, വെസ്റ്റിൻ്റെ കൂടെ നിൽക്കില്ല, റഷ്യയുടെ കൂടെ നിൽക്കില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിപ്പോകും, നമ്മൾ പീസ്ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ നോക്കും, ലോകത്ത് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മൾ കൊളോണിയലിസത്തിൻ്റെയും റേസിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യും, കൊളോണിയലിസത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ നമ്മൾ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ പോളിസി. പക്ഷേ ദിസ് വാസ് എ ഡിഫിക്കൽട്ട് ബാലൻസിങ് ആക്ട് ആൻഡ് സംടൈംസ് ദ ബാലൻസ് ഡിഡ് നോട്ട് അപ്പിയർ പെർഫെക്റ്റ്. നമ്മൾ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുമ്പോൾ അത് പലപ്പോഴും വർക്ക് ചെയ്തിരുന്നില്ല. കാരണം ഇന്ത്യക്ക് ഒരു ചായ്വ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. കാരണം എന്താ? 1956 ബ്രിട്ടൻ ഈജിപ്തിനെ അറ്റാക്ക് ചെയ്യുന്നു. സൂയിസ് കനാൽ എന്ന് പറഞ്ഞൊരു പാതയുണ്ട്, ഞാൻ പിക്ചർ കാണിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സൂയിസ് കനാൽ ശരിക്കും ഇത് പണിതതിനകത്ത് പല വെസ്റ്റേൺ പവേഴ്സിനും ചിലപ്പോൾ റോള് കാണും, എസ്പെഷ്യലി ബ്രിട്ടൻ. പക്ഷേ ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് ആരുടെ കയ്യിലായിരിക്കണം? ശരിക്കും ഈജിപ്തിൻ്റെ കയ്യിലായിരിക്കണം. അപ്പോൾ ഈജിപ്റ്റ് സൂയിസ് കനാലിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ആണല്ലോ, അവരുടെ ടെറിട്ടറിയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ബ്രിട്ടൻ ഇതിനെതിരെ പ്രവർത്തിച്ചു. ഈജിപ്തിനെതിരെ ഇസ്രായേലും ബ്രിട്ടനും എല്ലാം കൂടെ ചേർന്ന് ഈജിപ്തിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ബ്രിട്ടൻ്റെ ഒക്കെ എതിരെ സംസാരിച്ചു. ഇന്ത്യ ലെഡ് വേൾഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ നിയോ കോളനിസ്റ്റ് ഇൻവേഷൻ. ഇപ്പം നിയോ കോളനിസം എന്താ? പണ്ട് ഡയറക്റ്റ്ലി അവർ കൺട്രോൾ ചെയ്യുന്നു, ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കൊളോണിയലിസ്റ്റിനെതിരെ ഇന്ത്യ ശബ്ദിച്ചു. ഇന്ത്യ ഈജിപ്തിൻ്റെ കൂടെ നിന്നു. ബ്രിട്ടൻ്റെ എതിരെ ഇന്ത്യ വളരെയധികം വോക്കലായി. ലോകത്തിൻ്റെ പ്രൊട്ടസ്റ്റിൽ തന്നെ ഇന്ത്യ നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, പക്ഷേ അതേ വർഷം USSR എന്ത് ചെയ്തു? അതേ വർഷം USSR ഹംഗറിയെ ഇൻവേഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യ പക്ഷേ അനങ്ങിയില്ല. അപ്പോൾ ചിലർ ചോദിക്കില്ലേ, ബ്രിട്ടൻ ചെന്ന് ഈജിപ്തിനെ അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങൾ വലിയ ശബ്ദം ഉയർത്തി, അതേസമയം USSR ഹംഗറി അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നെഹ്റുവിന് പണ്ടേ ഒരു സോഷ്യലിസ്റ്റ് ലീനിങ് ഉണ്ട്. ഈ സോവിയറ്റ് റഷ്യയോടൊരു സ്നേഹമുണ്ട്. കാരണം ഇന്ത്യ പിന്നീട് തിരഞ്ഞെടുത്ത ഇക്കണോമിക് പോളിസി നോക്കിയാൽ പ്ലാൻഡ് ഡെവലപ്മെൻ്റ് ആണ്. നമുക്ക് 5 ഇയർ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സോവിയറ്റ് മോഡലാണ്. അതുമാത്രമല്ല 1955 കോൺഗ്രസിൻ്റെ അവധി സെഷനിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി, ഇന്ത്യ ഭാവിയിൽ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഫോളോ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പം നെഹ്റുവിനൊരു ചായ്വ് ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൻ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ക്ലാസ്സിൽ പഠിക്കാം. ഇതൊരു ഓവർവ്യൂ മാത്രമാണ്. ഓക്കെ, ഡെസ്പൈറ്റ് സച്ച് എ സിറ്റുവേഷൻ, by and large, India did not take an independent stand on various international issues and could get aid and assistance from members of both sides. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
പലപ്പോഴും ഇന്ത്യ ന്യൂട്രലൊന്നും അല്ലായിരുന്നു, ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ എന്ത് ചെയ്തു, ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തി. അപ്പോൾ ചിലർ പറയും നാം ആസ് എ മൂവ്മെൻറ്റ് അത് ഇപ്പോൾ റെലവൻ്റ് അല്ലെന്ന് പറയുന്നവരുണ്ട്. ആസ് എ മൂവ്മെൻറ്റ് വളരെ വലിയൊരു ഉയർച്ച ആ മൂവ്മെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് ചിലർ പറയുന്നു. നാം ആസ് എ മൂവ്മെൻറ്റ്, കാരണം അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ പോയി ചേർന്നു, അപ്പോൾ വലിയ സക്സസ് അല്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നാം ആസ് എ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഫെയിലായേക്കാം. ഫെയിലിയർ ആണെന്ന് ഞാൻ ടോട്ടലി പറയുന്നില്ല കേട്ടോ, ഞാനൊരു വ്യൂ പോയിന്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നോൺ അലൈൻമെൻറ്റ് പോളിസി ആസ് എ ഫോറിൻ പോളിസി, ഒരു ഫോറിൻ പോളിസി ആയിട്ട് നോക്കുമ്പോൾ ഇത് സക്സസ്സാണ്. കാരണം ഇന്ത്യ എന്താ ചെയ്തത്, നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി, റഷ്യയുടെ കയ്യിൽ നിന്ന് സഹായം മേടിച്ചു, രണ്ടുപേരും ഇന്ത്യയെ സഹായിച്ചു. അപ്പോൾ രണ്ടുപേരുടെ സഹായം ഇന്ത്യ മേടിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. US നമുക്ക് PL 480 എന്ന് പറഞ്ഞ സ്കീം അനുസരിച്ച് ഫുഡ് തന്നു, ഫുഡ് ഗ്രെയിൻസ് തന്നു. ഇത് പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക് കലാശിച്ചു കേട്ടോ. ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ നമ്മൾ റഷ്യ നോക്കിയാൽ നമ്മുടെ പല പവർ പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ റഷ്യയാണ് സഹായിച്ചത്. ഓക്കെ, അപ്പം നമ്മളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് സഹായം മേടിച്ചു, രണ്ടുപേരുടെ സൈഡിൽ നിന്നതുമില്ല. അപ്പോൾ ഇന്ത്യ അവരെ പറ്റിച്ചു എന്ന് ചിലർ പറയും. ഓക്കെ, എന്തായാലും ആസ് എ ഫോറിൻ പോളിസി ദിസ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വാസ് എ സക്സസ്. ഇനി പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താ? While India was trying to convince the other developing countries about the policy of non-alignment, Pakistan joined US-led military alliances. നമ്മൾ ലോകത്തെല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പീസും സ്റ്റെബിലിറ്റിക്കും വേണ്ടി ശ്രമിക്കുക, സ്വന്തമായിട്ട് വളരാൻ ശ്രമിക്കുക, ഈ കോൾഡ് വാറിൻ്റെ പൊളിറ്റിക്സിൽ നിങ്ങൾ പെടരുത്. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലോ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ ഇന്ത്യ ഒരു ശത്രുവാണ് അന്നും. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു, നേരെ അമേരിക്കയ്ക്ക് കൈ കൊടുത്തു. അവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ട്രീറ്റികളിലൊക്കെ പാകിസ്ഥാൻ പോയി സൈൻ ചെയ്തു. ഓക്കെ, US വാസ് നോട്ട് ഹാപ്പി അബൌട്ട് ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്. ദെയർ വാസ് അണീസ് ഇൻ Indo-US റിലേഷൻ ഡ്യൂറിങ് 1950s. US-ന് ഒരു സ്വഭാവമുണ്ട്. പിന്നീട് കാലത്ത് ഈ ഗ്ലോബൽ വാർ ഓൺ ടെററൊക്കെ വന്നപ്പോൾ ബുഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐദർ യു ആർ വിത്ത് അസ് ഓർ യു ആർ അഗെയിൻസ്റ്റ് അസ്. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരാണ്, നടുക്കെന്നുള്ള കളിയൊന്നും പറ്റില്ല. ഈ ഒരു ടോക്ക് പണ്ടും USA പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിക്സണിൻ്റെ സമയത്തും. പിന്നെ ഹെൻറി കിസിഞ്ചർ ഉണ്ട്, 100 വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു ഡിപ്ലോമാറ്റാണ്. ഇദ്ദേഹമൊക്കെ ഇന്ത്യ വളരെ വോക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ നോൺ അലൈൻമെൻറ്റ്, അങ്ങനെ നിൽക്കരുത്, നിങ്ങൾ വേണമെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുക. അതേസമയം പാകിസ്ഥാൻ ചാടിക്കയറി അങ്ങോട്ട് പോയിട്ടുണ്ട്, അമേരിക്കയുടെ ക്യാമ്പിൽ പോയി വീണു. കാരണം പാകിസ്ഥാൻ ഹാസ് ഓൾവേസ് ബീൻ എ ബെഗർ കൺട്രി. വല്ലവൻ്റെയും കാശിലും സപ്പോർട്ടിലും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം അവൻ്റെ ജോഗ്രഫി അവനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു. അവൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇൻ്റർനാഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബലത്തിൽ പല രാജ്യങ്ങളെയും സേവിച്ച് ജീവിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഓക്കെ, ഒരു ദിവസം അവൻ അമേരിക്കയുടെ കൂടെ പോകും, പിന്നെ ചൈനയുടെ കൂടെ പോകും. ഓക്കെ, The US also resented India's growing partnership with the Soviet Union. You have studied in the last chapter. ഞാൻ പഠിപ്പിക്കും. The strategy of planned economic development adopted by India. This policy emphasized on import substitution. അപ്പം ഇനി ഇന്ത്യ ആരുടെയും ചായവില്ലെന്ന് പറഞ്ഞാലും പലപ്പോഴും USSRുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഇത് USA-ക്ക് ഇനീഷ്യലി ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മളെടുത്ത എക്കണോമിക് പോളിസിയും സോവിയറ്റ് മോഡലാണ്. നമ്മൾ മാക്സിമം ഇമ്പോർട്ട് കുറയ്ക്കാൻ ശ്രമിക്കും, എല്ലാം ഡൊമസ്റ്റിക്കലി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇത് USA-ക്ക് ഇഷ്ടപ്പെടും. US ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമല്ലേ. ഇന്നും അവനിത് ഇഷ്ടമല്ല, പണ്ടും ഇഷ്ടമല്ല. അവൻ മാർക്കറ്റ് ഫോഴ്സിൽ വിശ്വസിക്കുന്നവനാണ്, ക്യാപിറ്റലിസ്റ്റിൽ വിശ്വസിക്കുന്നവനാണ്. അതായത് എല്ലാ രാജ്യങ്ങളും പരസ്പരം ട്രേഡ് ചെയ്യണം, ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഉണ്ടാവരുത്. ഇന്ത്യയിലേക്ക് എന്തെങ്കിലും അമേരിക്കൻ പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ മൊത്തം ടാക്സ് വെച്ച് ഊതിപ്പെരിപ്പിച്ചാൽ US-ന് ഇവിടെ വിൽക്കാൻ പറ്റുമോ? US-ൽ 50,000 രൂപയുള്ളൊരു സാധനം ഇവിടെ നമ്മൾ 5 ലക്ഷത്തിന് വിൽക്കാൻ സമ്മതിക്കുകയുള്ളെങ്കിൽ അവൻ്റെ കച്ചവടം നടക്കുമോ? അവൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? കച്ചവടത്തിലൂടെയാണ്. അപ്പം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും ഒരു ക്ലോസ്ഡ് എക്കണോമി ഒന്നും ആർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്, USA-ക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പം പിന്നീട് നമ്മൾ കാണാം പാകിസ്ഥാൻ US-നെ ആയിട്ട് അലയാണ്. ബംഗ്ലാദേശ് ലിബറേഷൻ വാർ 1971 പാകിസ്ഥാന് വേണ്ടി ഇന്ത്യൻ ഓഷനിലേക്ക് എയർക്രാഫ്റ്റ് കാരിയർ അല്ലെങ്കിൽ ന്യൂക്ലിയർ കേപ്പബിൾ വെസൽസ് അയച്ച രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തത് റഷ്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് ചെറിയൊരു ചായ്വ് പിന്നീടുള്ള കാലത്ത് USSRുമായിട്ട് ഉണ്ടായിരുന്നു. ഇത് USA-ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. The emphasis on developing a resource base also meant that export-oriented growth was limited. This development strategy limited India's economic interaction with outside world. അതായത് ഇന്ത്യ
സോവിയറ്റ് മോഡലാണ്. നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മൾ മാക്സിമം ഇമ്പോർട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കണോമിയായി മാറി. ഇത് പക്ഷേ പിന്നീട് പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇന്ത്യ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാതിരുന്ന് ഇന്ത്യക്ക് പണി കിട്ടി. പിന്നീട് നമുക്ക് 1990s എന്തുണ്ടായി, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി, ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആക്കിയത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ റിഫോംസ്, LPG റിഫോംസ് ഒക്കെ കൊണ്ടുവന്നത്. ഇനി ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താ, ആഫ്രോ ഏഷ്യൻ യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിരുന്നു. കാരണം ഞാൻ പറയാം, ഇന്ത്യയുടെ ഫോറിൻ പോളിസി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗൈഡഡ് ബൈ അവർ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ തന്നെ കൊളോണിയലിസത്തിന് തിക്തഫലങ്ങൾ അനുഭവിച്ചതുകൊണ്ട് നമ്മൾ കൊളോണിയലിസത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യമാണ്. അപ്പോൾ ഓബ്വിയസ്ലി ഏഷ്യയിലുള്ള ബാക്കി രാജ്യങ്ങൾ, പുതിയതായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളോടെ നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ രാജ്യങ്ങളാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. രണ്ടുപേരും കൊളോണിയലിസം അനുഭവിച്ചിട്ടുണ്ട്. Yet, given its size, the location and power potential, Nehru envisaged a major role for India in world affairs and especially in Asian affairs. Okay, അപ്പോൾ നെഹ്റു ഒരു വലിയ സ്റ്റേറ്റ്മാൻ ആണെന്ന് ചിലർ പറയാറുണ്ട്. He tried to place himself as a global statesman. Okay, his era was marked by establishment of contacts between India and other newly independent states in Asia and Africa. Throughout 1940s and 50s, Nehru had been an ardent advocate of Asian unity. ഒരു ഏഷ്യൻ സെഞ്ചുറി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമൊക്കെ നെഹ്റുവിനുണ്ടായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകുക, അവർ കൊളോണിസത്തിൻ്റെ ഷാക്കിൾസ് പൊട്ടിച്ച് പുറത്തു വരിക, ഇതൊക്കെയാണ് നെഹ്റുവിൻ്റെ ആഗ്രഹം. ഓക്കെ, അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ഇന്ത്യ കൺവീൻ ദ ഏഷ്യൻസ് റിലേഷൻസ് കോൺഫറൻസ് ഇൻ മാർച്ച് 1947. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്, ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കോൺഫറൻസ് നെഹ്റു ഓർഗനൈസ് ചെയ്തിരുന്നു. ഇതിൻ്റെ പിക്ചറാണിത്. ഇത് നെഹ്റു ആണ്, ഇത് ഗാന്ധിജിയാണ്, ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖാൻ ബഹദൂർ ഖാനാണ്. ഐ എം ഫോർഗെറ്റിംഗ് ഹിസ് കറക്റ്റ് നെയിം. അപ്പോൾ ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ഈ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വിളിക്കുന്ന ആൾ. ഓക്കെ, ഞാൻ നെയിം തെറ്റിച്ച് പറഞ്ഞെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ഇന്ത്യ കൺവീൻഡ് ഏഷ്യൻസ് റിലേഷൻ കോൺഫറൻസ് ഇൻ മാർച്ച് 1947, 5 months ahead of attaining its independence. അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ നെഹ്റുജി ഈ ശ്രമം തുടങ്ങിയിരുന്നു. ഓക്കെ, India made earnest efforts for the early realization of freedom of Indonesia from Dutch colonial regime by convening an international conference in 1949 to support its freedom struggle. കാരണം ഇന്ത്യ അപ്പോൾ എല്ലാത്തിനകത്തും ഇടപെടുന്ന ഒരു ആളാണ്. അപ്പം ആദ്യം അത് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് ഇൻഡിപെൻഡൻസ് മുമ്പിൽ തന്നെ നടത്തുന്നു 1947. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 1949 നമ്മളൊരു കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയാണ്. എന്തിനാണ്? ഇന്തോനേഷ്യ ഡച്ചുകാരുടെ കൺട്രോളിലാണ്. നമ്മളെപ്പോഴും കൊളോണിസം എന്ന് പറയുമ്പോൾ ഫ്രാൻസിൻ്റെയോ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെയോ ബ്രിട്ടൻ്റെയോ പേരെടുത്താൽ പോരാ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് പോർച്ചുഗീസാണ്. ഡച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡച്ചിൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഇന്തോനേഷ്യ പുറത്തിറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യ എടുത്ത എഫേർട്ടാണിത്. ഇന്ത്യ വാസ് എ സ്റ്റോൺ സപ്പോർട്ടർ ഓഫ് ഡീകൊളനൈസേഷൻ പ്രോസസ് ആൻഡ് ഫേംലി ഒപ്പോസ് റേസിസം, എസ്പെഷ്യലി അപ്പാർട്ട്ഹൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ റേസിസത്തിൻ്റെ പ്രശ്നം ഗാന്ധിജി ഡയറക്റ്റ്ലി ഫേസ് ചെയ്തതാണ്. സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോൾ അവർ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻഡ് ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പുറത്താക്കി. ഇന്ത്യയിലും ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ അവർ ഇന്ത്യൻ ആൾക്കാരെ റേസിസത്തിൻ്റെ ആംഗിളിൽ കണ്ടിരുന്നു. ഓക്കെ, അവരിവിടെ വന്നത് തന്നെ കൊളോണിയൽ മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അവർ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് അബൌട്ട് വൈറ്റ്സ് മാൻ ബേർഡൻ, വെള്ളക്കാരൻ്റെ ചുമതലയാണ് വൈറ്റ് മാൻസ് ബേർഡൻ. ഇന്ത്യയിലുള്ളവർ സിവിലൈസ്ഡ് അല്ല, അവരെ സിവിലൈസ്ഡ് ആക്കുന്നത് ഒരു വെള്ളക്കാരൻ്റെ ചുമതലയാണെന്ന് വിശ്വസിച്ച രാജ്യമാണ് അവർ. അവരെ ദൈവം അയച്ചതാണെന്നാണ് പറയുന്നത്. പ്രൊവിഡൻസ് മിഷന് വേണ്ടി അവർ വന്നത്, ബാർബേറിയൻസിനെ തിരുത്താൻ. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ കൊളനൈസേഷൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തതുകൊണ്ട് ഇന്ത്യ വാസ് സപ്പോർട്ടിങ് ഡീകൊളനൈസേഷൻ. കൊളോണിയൽ പവറിൽ നിന്ന് രാജ്യങ്ങളെ വിടുവിക്കാനും പുതിയ രാജ്യങ്ങൾ വരാനും അവരെ ഈ ഇൻഫ്ലുവൻസിൽ നിന്ന് വിടുവിക്കാനും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ റേസത്തിനും ഇന്ത്യ എതിരായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇന്ത്യയും ആഫ്രിക്കയുമായിട്ടൊരു കണക്റ്റും ഉണ്ടായി, ഏഷ്യയുമായിട്ട് കണക്റ്റ് ഉണ്ടായി. An Afro-Asian conference held in Indonesian city of Bandung 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. നേരത്തെ നടന്നത് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. 55 എന്താണ്? ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് ഹെൽഡ് ഇൻ ഇന്തോനേഷ്യൻ സിറ്റി ഓഫ് ബാൻഡൂങ് ഇൻ 1955. ഇതിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ബാൻഡൂങ് കോൺഫറൻസ്. ഓക്കെ, മാർക്ക് ദ ജെനിത്ത് ഓഫ് ഇന്ത്യാസ് എൻഗേജ്മെൻറ്റ് വിത്ത് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു മീറ്റായിരുന്നു 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ബാൻഡൂങ് കോൺഫറൻസ്. ഓക്കെ, ബാൻഡൂങ് കോൺഫറൻസ് ലേറ്റർ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാം. പ്രിലിംസിൽ ചോദിക്കാം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഒഫീഷ്യലി നിലവിൽ വരുന്നത്
ബാൻഡൂം കോൺഫറൻസിലാണ് 1955 ഇന്തോനേഷ്യയിലെ ബാൻഡൂങ്ങിലാണ് നടന്നത്. ദ ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് നാം വാസ് ഹെൽഡ് ഇൻ ബെൽഗ്രേഡ് ഇൻ സെപ്റ്റംബർ 1961. നെഹ്റു വാസ് എ കോ ഫൗണ്ടർ ഓഫ് നാം. അപ്പം നിങ്ങൾ ഓർക്കണം, നാം എന്ന് പറഞ്ഞ സാധനം മെറ്റീരിയലൈസ്ഡ് ആവുന്നത് ശരിക്കും നിലവിൽ വരുന്നത് ബാൻഡൂങ് കോൺഫറൻസിലാണ്. ഇനി ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് എന്നാണ് നടക്കുന്നത് 1961 ബെൽഗ്രേഡിലാണ് നാമിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 59, ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 61. ഈ ആൾക്കാരെല്ലാമായിരുന്നു നാമിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത്. ഇത് നെഹ്റു വാസ് എ ഫൗണ്ടിങ് മെമ്പർ. പിന്നെ ഗാനയിലെ നിക്മുറ ഗാനൻ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ഈജിപ്തിലെ അബ്ദുൾ നാസർ, അതുപോലെ ഇന്തോനേഷ്യയിലെ സുകാർണോ, അതുപോലെ യുഗോസ്ലേവിയയിലെ ടിറ്റോ. ഓക്കെ, ഇപ്പം ഗാന, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ ആൻഡ് യുഗോസ്ലാവിയ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് നാമിൻ്റെ തറക്കല്ലിട്ടത്. ഇനിയും നമുക്ക് അവസാനം ഇന്ത്യയുടെ ഫോറിൻ പോളിസി നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് ഈ ആർട്ടിക്കിൾ 51 കാണാം. ഇൻ യുവർ DPSP, ആർട്ടിക്കിൾ 51 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ സം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇന്ത്യയുടെ ആഗ്രഹം അതാണ്, ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാക്കുക, നമ്മളൊരു വിശ്വഗുരുവായിട്ട് നിൽക്കുക. ഓക്കെ, ദ സ്റ്റേറ്റ് ഷാൽ എൻഡീവർ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻസ് ബിറ്റ്വീൻ ദ നേഷൻസ്. അതായത് നമ്മൾ പീസ് ആൻഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിൽക്കും. രാജ്യങ്ങൾ തമ്മിൽ ഒരു സൗഹൃദപരമായ ബന്ധം ഉണ്ടാവണം, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ആരും ആരെ ആക്രമിക്കാനോ എതിർക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകരുത്. ഫോസ്റ്റർ റെസ്പെക്ട് ഇൻ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ് ഇൻ ഡീലിംഗ് ഓഫ് ഓർഗനൈസ്ഡ് പീപ്പിൾ വിത്ത് അനദർ. അപ്പം നമ്മളെല്ലാം ഇൻ്റർനാഷണൽ ലോസ്, UN മെയ്ഡ് ലോസും ഇൻ്റർനാഷണൽ ലോകളും അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. സ്വയം ഇഷ്ടപ്രകാരം ശക്തി കുറഞ്ഞ രാജ്യത്തെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എല്ലാം നിയമത്തിൻ്റെ വഴി പോകണം. എൻകറേജ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ബൈ ആർബിട്രേഷൻ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തല്ലി തീർക്കാൻ നിൽക്കരുത്, യുദ്ധം വഴി തീർക്കാൻ ശ്രമിക്കരുത്. സംസാരിച്ച് പൊളിറ്റിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊന്ന് പിന്നീട് വായിച്ചു പോവുക. ഹൗ വെൽ ഡിഡ് the Indian state live up to these principles in the first 2 decades after independence? You may come back to the question after reading the chapter. പക്ഷേ ഞാൻ നിങ്ങളെ ഈ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, 1 മണിക്കൂറെങ്കിലും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവും ഈ ഒരു പാർട്ട് കവർ ചെയ്യാം. നമ്മൾ മേജർലി കവർ ചെയ്തത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതാണ്. ഓക്കെ, വി ആർ സ്പെൻഡ് 1 hour. ഇനി അടുത്ത 3 ചാപ്റ്ററുകളുണ്ട്. ഒന്ന് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം, ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വി വിൽ കം ബാക്ക് ലേറ്റർ വിത്ത് ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ചൈന. താങ്ക് യു.